നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കേരളത്തിലെ ആദിവാസികളെ പറ്റിയാണ്. ആദിവാസികളുടെ അവസ്ഥ ഒരു വാചകത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: കാടും നാടും നഷ്ടപ്പെട്ടവർ. ഒരു കാലത്ത് ആദിവാസിയുടെ നാടും വീടുമൊക്കെ കാടുതന്നെയായിരുന്നു. കാട്ടിനുള്ളിൽ അവർക്ക് കൂട്ടായി അവരുടെ ദൈവങ്ങളും പൂർവ്വ ആത്മാക്കളുമുണ്ട്. എന്നാൽ കാലം ചെല്ലുന്തോറും ജനിച്ചു വളർന്ന മണ്ണ് ആദിവാസികൾക്ക് നഷ്ടമായി. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഗോത്രവർഗക്കാരോടുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഇവിടെ നിയമമുണ്ട്. 1911 പഴയ തിരുവിതാംകൂർ ഗിരിജന ചട്ടപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾക്ക് സൗജന്യമായി കൃഷി ചെയ്യാനും വനവിഭവങ്ങൾ ശേഖരിക്കാനും അവകാശമുണ്ടായിരുന്നു. കൂടാതെ വനം വകുപ്പിൽ വേതനത്തോടുകൂടി ജോലി ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു ആദിവാസി മറ്റൊരു ആദിവാസിക്ക് മാത്രമേ സ്വന്തം ഭൂമി വിൽക്കാൻ പാടുള്ളൂ. പുറമേ ഉള്ളവർക്ക് ഭൂമി വിൽക്കാൻ ഗവർണറുടെയോ കളക്ടറുടെയോ അനുവാദം വേണം. കേരളപ്പിറവിക്ക് ശേഷം 1964 കേരള ഗിരിജന ചട്ടങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. പക്ഷേ പിന്നീട് ഈ ചട്ടങ്ങൾ അസാധുവായി പ്രഖ്യാപിച്ചു. 1961 കേരള വന നിയമത്തിലൂടെ കാടുകളുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പിന് ലഭിച്ചു. അതോടെ കാടിനുള്ളിൽ എവിടെയും ഇഷ്ടം പോലെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആദിവാസികൾക്ക് ഇല്ലാതായി. 1975 കേരള ഷെഡ്യൂൾഡ് ട്രൈബൽസ് ആക്ട് പ്രകാരം 1960 മുതൽ കുടിയേറ്റക്കാരും ഗോത്രവർഗക്കാരും തമ്മിലുള്ള ഭൂമി കൈമാറ്റം അസാധുവായി പ്രഖ്യാപിച്ചു. എന്നാൽ 1999 വന്ന കുടിയേറ്റ ഭൂസംരക്ഷണ നിയമം ഈ ആദിവാസി ഭൂമി കൈമാറ്റങ്ങളെയെല്ലാം അംഗീകരിച്ചു. അതോടെ സ്വന്തം ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയെല്ലാം കയ്യേറിയവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ നൽകിയ പുതിയ ഭൂമികളിലേക്ക് ആദിവാസിക്ക് കുടിയേറേണ്ടി വന്നു. ഭൂമി എന്ന വാഗ്ദാനം മാത്രമാണ് പലപ്പോഴും ആദിവാസികൾക്ക് ലഭിച്ചിട്ടുള്ളൂ. മനുഷ്യന് ഉപയോഗമില്ലാത്ത മരങ്ങളെ ആധുനിക മനുഷ്യരായ നാം പാഴ്മരങ്ങളെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ പ്രകൃതിയിലെ എല്ലാ സസ്യങ്ങളെയും അമൂല്യമായി കാണുന്നവരാണ് ആദിവാസികൾ. വിഷങ്ങളെപ്പോലും ശുദ്ധി ചെയ്ത് ഔഷധമാക്കുന്ന വിദ്യ ആദിവാസികൾക്കറിയാം. കൊറഗർ, ഇരുളർ, മുതുവാന്മാർ തുടങ്ങി കേരളത്തിലെ പല ആദിവാസികളും നീലക്കുറിഞ്ഞിയെ ആരാധിച്ചിരുന്നു. ഗോത്രവർഗങ്ങളും സസ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എഥ്നോബോട്ടണി. പണിയർ എന്ന പാവങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. എല്ലാ ഗിരിവർഗക്കാരും നിർഭാഗ്യവാന്മാരാണ്. എന്നാൽ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലെ നിർഭാഗ്യവാന്മാരാണ് പണിയർ വിഭാഗം. കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ചരിത്രകാലം മുതൽ അവർ അടിമകളായിരുന്നു. കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ വയനാട്ടിലെ പണിയരെക്കുറിച്ചുള്ള വിവരണം അങ്ങനെ തുടങ്ങുന്നു: കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വർഗമാണ് പണിയർ. 1994 കണക്കനുസരിച്ച് വയനാട്ടിൽ 36,500 പണിയരുണ്ട്. പണി ചെയ്യുന്നവൻ എന്നാണ് പണിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വയനാട്ടിലും പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരങ്ങളിലുമുള്ള കാടുകളിലാണ് അവരുടെ താമസം. ജന്മിയുടെ വയലുകളിൽ കഠിനമായി പണിയെടുക്കുക എന്നതു മാത്രമായിരുന്നു കാലങ്ങളോളം അവരുടെ പണി. നിലമുഴുതുമറിക്കുന്നതു മുതൽ വിള കൊയ്യുന്നതു വരെയുള്ള ജോലിയെല്ലാം അവർ ചെയ്തു പോന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനവിഭാഗങ്ങളിലൊന്നാണ് പണിയർ. പിൽക്കാലത്ത് കേരളത്തിൽ കുടിയേറിപ്പാർത്ത ശക്തരായ സമുദായങ്ങൾ അവരെ കീഴടക്കി കാടുകളിലേക്കും മലമുകളിലേക്കും ഓടിച്ചു വിടുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ചെയ്തതാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പണിയരുടെ കൃഷിസ്ഥലങ്ങൾ പിടിച്ചടക്കിയവർ അവിടെ ജീവിച്ചിരുന്ന പണിയരെയും അടിമകളാക്കി പിടിച്ചെടുത്തിരുന്നു. കുറേ കാലം മുമ്പ് വരെ മലമ്പ്രദേശങ്ങളിലെ ജന്മിമാർ കൃഷിഭൂമി വിൽക്കുമ്പോൾ അതിൽ പണിയെടുത്ത പണിയരെയും ഒപ്പം കൈമാറ്റം ചെയ്തിരുന്നു. ഭദ്രകാളി, കൂളി, കുട്ടിച്ചാത്തൻ, മുത്തപ്പൻ തുടങ്ങിയവരാണ് പണിയരുടെ മലദൈവങ്ങൾ. ഈ ദൈവങ്ങൾക്കൊന്നും ക്ഷേത്രങ്ങളില്ല. കുറേ ഉരുളൻ കല്ലുകൾ
ഒരു തറയുടെ മുകളിൽ കൂട്ടിവച്ചിരിക്കും. ഈ തറയെ ദൈവം തറ എന്നും കൂളിത്തറ എന്നോ വിളിക്കും. തറയിലെ കല്ലുകൾ ഓരോ ദൈവത്തെയും പ്രതിനിധീകരിക്കുന്നു. മൂപ്പനാണ് പണിയ കോളനിയിലെ പ്രധാനി. പണിയർക്ക് അവരുടേതായ പാട്ടുകളും നൃത്തങ്ങളുമൊക്കെയുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ ജീവിത രീതികൾ ഏറെ മാറിയിട്ടുണ്ട്. പണിയരുടെ കുടിലിന് കുടുംബ് എന്നാണ് പേര്. മുളങ്കൂടിനുള്ളിലോ ചെറ്റപ്പുരകളോ ആണ് അവയെങ്കിലും മുമ്പ് അടിമകളായി കഴിഞ്ഞ പലരും ഇന്ന് ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ കഴിയുകയാണ്. വയനാട്ടിലെ മാനന്തവാടിക്കടുത്തായുള്ള വള്ളിയൂർക്കാവിൽ ഏതാനും ദശകങ്ങൾ മുമ്പ് വരെ തുടർന്നു വന്ന ഒരു ഏർപ്പാടാണ് അടിമക്കച്ചവടം. എല്ലാ വർഷവും മീനം 1-നാണ് 14 ദിവസം നീളുന്ന ഉത്സവം തുടങ്ങിയിരുന്നത്. ഇവിടെ എത്തുന്ന പണിയരെയും അടിയരെയും ചന്തയിൽ നിന്ന് കാളയെ വാങ്ങുന്ന പോലെ തുച്ഛമായ അടിമപ്പണം നൽകി ജന്മിമാർ വിലയ്ക്ക് വാങ്ങും. അടുത്ത വർഷത്തെ ഉത്സവം തുടങ്ങുന്നതുവരെ അവർ ജന്മിയുടെ വയലിലെ അടിമപ്പണി ചെയ്യണം. ഇതായിരുന്നു കരാർ. ദശകങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അടിമക്കച്ചവടം. ഇത് ആദിവാസികളെപ്പറ്റിയും ആദിവാസി വിഭാഗങ്ങളിൽ പണിയർ എന്ന വിഭാഗത്തെപ്പറ്റിയുമുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.